ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൊസ്റ്റാൾജിക് സംഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇമിലി സോസ്, ഇമിലി മുട്ടായി, ഇമിലി ജാം എന്നൊക്കെ പറയുന്ന നമ്മൾ ആ ഒരു കുഞ്ഞ് പാക്കറ്റിൽ കിട്ടുന്ന ഇമിലി ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോണത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ മുട്ടായി. കുറേ വാങ്ങി വെക്കും, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കും. അത്രയും ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പം എല്ലാവർക്കും ഒരുപാട് മെമ്മറീസ് ഉള്ളതാവും ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ഈസിയാണ്, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമിലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽക്കായിട്ട് ആദ്യം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 200 ഗ്രാമോളം പുളിയുണ്ട്. അങ്ങനെ ഒരു ഫുൾ ബ്ലോക്ക് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചിട്ടുള്ളതാണ്. ഇഞ്ചി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, അതിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ജീരകമാണ്. 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പൊടിയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പൊടി എടുക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി കുറച്ച് കുറയ്ക്കട്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടും ചെയ്യാം. അതിനുശേഷം നമുക്കിതിൽക്കായിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ 240 ml, ആ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഇതിൽക്കായിട്ട് ഒഴിക്കേണ്ടത്. പുളി നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ അത് വിട്ടുപോയി, അത് കാരണം എന്താ പറയുക, പാത്രത്തിൽ തന്നെ ഉടച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇനി നമുക്കിതൊരു 5-6 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ പുളിയിൽ നിന്നൊക്കെ ഉള്ള സത്തൊക്കെ പുറത്തേക്ക് വരണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെയും ഒരു എക്സ്ട്രാ 1 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം പുളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കട്ടിയാവാനായിട്ട് തുടങ്ങും. ആ സമയം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിവെള്ളം നല്ല തിക്കായിട്ടുണ്ട്. ഞാനൊരു 6 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പുളി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അതിലുള്ള പുളിൻ്റെ കുരുവും പിന്നെ ബാക്കി ആവശ്യമില്ലാത്ത ഇഞ്ചിൻ്റെ പീസൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് അരിച്ച് മാറ്റണം. ആ പുളിൻ്റെ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തുണ്ടല്ലോ ചിലപ്പം ഈ പുളി തിക്കായ കാരണം അരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അരിച്ചെടുക്കുക. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഇപ്പം ഞാനത് പുളിൻ്റെ നീര് മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും നമുക്കൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 3 ആണി ശർക്കരയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കേണ്ടത്. അതിനനുസരിച്ചിട്ടാണല്ലോ മധുരം വരേണ്ടത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം, പക്ഷെ ആ ഒരു കറക്റ്റ് ഇമിലിൻ്റെ ടേസ്റ്റ് കിട്ടൂല. ശർക്കരയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം, ആ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് വരണം. ശർക്കര വേണമെങ്കിൽ ആദ്യം സെപ്പറേറ്റ് മെൽറ്റ് ചെയ്ത് പാനിയാക്കിയിട്ട് ഇതിൽ കൊഴിച്ചു കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആകുമ്പം നമ്മുടെ പണി ഈസി ആയിട്ട് കിട്ടും. ഇത് കുറച്ചൊരു സമയം എടുക്കും, കാരണം ശർക്കരയിൽ കിടന്നിട്ട് മെൽറ്റ് ആവണമല്ലോ. പിന്നെ അതെല്ലാം ഒന്ന് തിക്കായിട്ട് വരികയും വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര മെൽറ്റായിട്ട് വരാൻ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ പിന്നെ ഒരു 2 ആണി ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് നല്ല പുളി ഉണ്ടേനി. അപ്പോൾ ഞാൻ ആ പുളി ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് 2 ആണി ശർക്കരയും കൂടെ ഇട്ട് കൊടുത്ത്. അങ്ങനെ ടോട്ടൽ 5 ആണി ശർക്കരയാണ് ഇതിൽക്കായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല തിക്കായി ശർക്കരയൊക്കെ മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഞാനതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് പിന്നെ അത് തണുത്ത് കഴിഞ്ഞപ്പം വേറൊരു ബോട്ടിലേക്കും വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഇമിലി ഉണ്ടല്ലോ, ആ ഒരു സെയിം കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇമിലി ആ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ആ ചെറിയ എന്താ പറയുക പാക്കിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും.
ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കവർ വാങ്ങിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അത് ആദ്യം സ്റ്റൗവിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയിട്ട് ആ ഇമിലിൻ്റെ കവറിൻ്റെ പോലെ ആക്കിയെടുത്ത്, എന്നിട്ട് അതിൽ കുറച്ച് ഇമിലി സോസ് ഫില്ല് ചെയ്ത് പിന്നെ സൈഡൊന്ന് സീൽ ചെയ്തതിന് ശേഷം അവിടെ ഉരുക്കിയെടുത്ത്. അപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടോ. ഇവിടെ മെഴുകുതിരി കാണാനില്ലേനി, അപ്പോൾ പിന്നെ ഞാൻ തപ്പാൻ മടിയായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കിയതേനി. പിന്നെ സ്റ്റൗവിൽ വെച്ച് നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മെഴുകുതിരി എടുത്തു. എന്നിട്ട് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം എന്താ ആ ഇമിലിൻ്റെ ഒരു സൈസിലായിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരിയിൽ ഇങ്ങനെ കാണിച്ച് പ്രസ് ചെയ്ത് കൊടുക്കണേ കൈ വെച്ചിട്ട്. കുറച്ചൊക്കെ കൈ പൊള്ളും, എന്നാലും സാരമില്ല, ഒന്ന് സഹിച്ചിട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ തൊടാൻ നിൽക്കണ്ട, ഒന്ന് ആയിട്ട് തൊട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ സീലായിട്ട് വന്നോളും. ഇപ്പോൾ ഈ ക്രാഫ്റ്റ് എല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീൽ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പണി കഴിയും. ഇതിപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, പിന്നെ നമ്മൾ ഇത് ശീലമില്ലാത്തവരല്ലേ, അത് കാരണം ഇത്തിരി സമയമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഞാൻ ഇത് മെഴുകുതിരിമേൽ കാണിച്ചിട്ട് പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സിപ്പപ്പിൻ്റെ കവർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സീൽ ചെയ്തതിന് കുറച്ച് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഇമിലിൻ്റെ ആ സോസ് ഇതിൽക്കായിട്ട് നിറച്ച് കൊടുക്കണം. ഈ പൈപ്പിംഗ് ബാഗിലായതുകൊണ്ട് നമുക്കിത് നിറയ്ക്കാൻ നല്ല സുഖമാണ്. അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഹോൾസ് ആക്കിയിട്ട് അതുവഴി നിറച്ച് കൊടുത്താലും മതി. പിന്നെ സ്പൂൺ വെച്ചിട്ടൊക്കെ നിറയ്ക്കാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും, പിന്നെ വൃത്തികേടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ എടുക്കുക. എന്നിട്ട് അത് പുഷ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരണം. ഇപ്പം ഞാൻ നമ്മുടെ ഇമിലി മുഴുവൻ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴത്തേക്കാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവിടെയും നമുക്ക് നഖം വെച്ചിട്ട് ഒന്നിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ പോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം ആ ഭാഗവും തീയിൽ കാണിച്ചിട്ട് നമുക്ക് സീൽ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ശരിക്കും ഇമിലി വാങ്ങിക്കുന്ന ആ ഒരു സെയിം സൈസിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറച്ചൊന്ന് വലുതാക്കിയേ, കാരണം ഇത് ഇങ്ങനെ നിറയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടേനി. പിന്നെ അത് സീൽ ചെയ്തെടുക്കാൻ അതിനേക്കാളും പണിയാണ്. അപ്പം വേഗം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് വലുതാക്കിയിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത പോലെ എല്ലാതും ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റാക്കിയിട്ട് സീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇമിലി മിഠായി റെഡി ആയിട്ടുണ്ട്. പാക്കറ്റൊക്കെ സെയിം പോലെ തന്നെ വന്നേനെ. അവരുടെ ആ ഒരു സ്റ്റിക്കർ ഇല്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റും സെയിം ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പാക്കറ്റിലൊന്നും ആക്കേണ്ട ഒരു കാര്യമില്ല, അതേപോലെ തന്നെ എടുത്തിട്ട് കഴിച്ചാൽ മതി. ഇവിടെ ഫ്രിഡ്ജിൽ അത്രയും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കഴിക്കലുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ റെസിപ്പീസാണ് ഇനി കാണാൻ താല്പര്യം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.